അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹൗ ആർ യു മൈ ഫ്രണ്ട്സ്? പിന്നെ എക്സാം പേപ്പറുകളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാസ്സാവട്ടെ എന്ന് ദുആർക്കുന്നു. അപ്പോൾ നമ്മളുടെ കഥ നമ്മൾ എവിടെ എത്തി? അങ്ങനെ ആ ചെറിയ മാൻകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള സമ്മതം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഉമ്മാനോടും കൂടി ഒന്ന് ചോദിച്ചാളെ എന്ന് പറഞ്ഞു അല്ലേ. നമ്മളിങ്ങനെ ക്ലാസ് ഉസ്താദിനോട് ലീവ് ചോദിച്ച് ഇങ്ങനെ പോകുമ്പോൾ അവസാനം വരുന്ന പ്രിൻസിപ്പാളും കൂടി ഒന്ന് കണ്ടാളാ പറഞ്ഞ മാതിരി ഉമ്മാനോടൊന്ന് ചോദിച്ചാളാ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഉമ്മാനോട്, നമ്മളെ ജോഡി ഉമ്മാനോട് ചോദിക്കാൻ പോവാണ്. ഇത് പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിലേക്ക് ഞാൻ അതിൽ തന്നെ ഒന്നുകൂടി ഉൾപ്പെടുത്തിയതാണ്. നമ്മളെ കഥാപാത്രം ജോഡിൻ്റെ അച്ഛൻ എസ്ര, പെന്നി എന്ന് പറയും, അമ്മ ഒറ, പിന്നെ ചികിത്സിക്കാവ് എന്ന ഡോക്ടർ വിൽസൺ, പിന്നെ ആ കുതിരസവാരിക്കാരൻ മിൽവിൽ. ഓക്കെ, അപ്പൊ നോക്കാം. അച്ഛൻ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം എന്താണ്, ആദ്യം അച്ഛനോട് തന്നെ ചോദിക്കാണ്, ക്യാൻ ഐ റൈഡ് ബാക്ക് വിത്ത് മിൽവിൽ ആൻഡ് സീ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്? ഓക്കെ, അച്ഛനോട് ചോദിക്കാണ്, ക്യാൻ ഐ റൈഡ് ബാക്ക് വിത്ത് മിൽവിൽ, ഞാൻ മിൽവിലിന് കൂടെ ഞാൻ പോകട്ടെ? റൈഡ്, ക്യാൻ ഐ റൈഡ് ബാക്ക് വിത്ത് മിൽവിൽ, ഞാൻ മിൽവിലിന് കൂടെ ഞാൻ കാട്ടിലേക്ക് പോകട്ടെ? ആൻഡ് സീ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്, എനിക്ക് ആ മാൻപേടയെ കണ്ടെത്താൻ സാധിച്ചാൽ അല്ലേ, എനിക്ക് ചിലപ്പോൾ ഞാൻ അവിടെ പോട്ടെ, എനിക്ക് ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചാലോ? അച്ഛാ ഞാൻ മിൽവിലിന് കൂടെ പോകട്ടെ എന്ന് ചോദിച്ചു. ക്യാൻ ഐ ഗോ വിത്ത് മിൽവിൽ ടു ഫൈൻഡ് ഫോൺ? അപ്പം അച്ഛൻ പറയാണെന്ത്, ടെൽ യുവർ മാ ഐ സെഡ് യു ക്യാൻ ഗോ. യു ക്യാൻ ആസ്ക് വിത്ത് യുവർ മദർ ആൾസോ ഓർ ഡിസ്കസ് വിത്ത് യുവർ മദർ ആൾസോ. ഐ സെഡ് യു ക്യാൻ ഗോ, ഞാൻ പറയാണ് നിങ്ങൾക്ക് പോകാം, എന്നാലും ഈ ഉമ്മാനോടൊന്ന് ചോദിച്ചാളാ. ഓക്കെ, അപ്പൊ നോക്കുക, ഹീ സിഡിൽഡ് ബാക്ക് ടു ദ ടേബിൾ ആൻഡ് സാറ്റ് ഡൗൺ. സിഡിൽഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ബാക്ക് ക്വയറ്റ്ലി ട്രൈങ് ടു നോട്ട് ബി നോട്ടീസ്ഡ്. മെല്ലെ ബാക്കിലേക്ക് ഇങ്ങനെ നടക്കുന്നതിനാണ് സിഡിൽ ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഹീ സിഡിൽ ബാക്ക് ടു ദ ടേബിൾ, ടേബിളിൻ്റെ അടുത്തേക്ക് മെല്ലെ ഇങ്ങനെ ബാക്കിലേക്ക് നടന്നു. ആൻഡ് സാറ്റ് ഡൗൺ, അവിടെ ഇരുന്നു. ഹീ കം ബാക്ക് ടു ടേബിൾ ആൻഡ് സിറ്റ് ഡൗൺ in a chair near to the table. His mother was pouring coffee. Pouring എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. ഇപ്പോൾ സാധാരണ റെയിനൊക്കെ മഴയൊക്കെ വർഷിക്കുന്നതിന് പവറിങ് എന്ന് പറയും. അപ്പം ഹിസ് മദർ വാസ് പവറിങ്, ഒഴിക്കുക, ചായ പാരുന്നതെന്ന് പറയും. ഹിസ് വാസ് പവറിങ് കോഫി ഫോർ എവരി വൺ, എല്ലാവർക്കും ചായ കൊടുക്കുകയെന്ന് അമ്മ. അപ്പം ഹീ സെഡ്, അപ്പം നമ്മുടെ ജോഡി ചോദിച്ചു, മാ പാസേഴ്സ്, ഉപ്പ പറയുന്നുണ്ട്, ഐ ക്യാൻ ഗോ ബ്രിങ്, എനിക്ക് പോകാം, ബ്രിങ് ബാക്ക് ദ ഫോൺ, ആ മാൻകുട്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഉപ്പ പറഞ്ഞാണ്. എന്താ നിങ്ങളെ അഭിപ്രായം? ഫാദർ സേസ് ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് ബ്രിങ് ബാക്ക് ദ ഫോൺ ടു അവർ ഹൗസ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ മാ? നിങ്ങളെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. ഷീ ഹെൽഡ് ദ കോഫി പോട്ട് ഇൻ മിഡ് എയർ. She held the coffee pot in mid-air. She held, അവൾ പിടിച്ചു, the coffee pot, കോഫിയുടെ ആ പാത്രം, in mid-air, സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചു, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പിടിച്ചു. and ചോദിച്ചു, വാട്ട് ഫോൺ, എന്ത് മാൻപേട, എന്ത് ഫോൺ? because she doesn't know about the phone history or phone story. Suddenly our Jodi asked to mother, can I go and bring back a phone to our house? Then she surprised it. What phone? അവൾ ആകെ അന്തം വിട്ടു. എന്നിട്ട് ചോദിച്ചു, വാട്ട് ഫോൺ, എന്ത് ഫോൺ? അപ്പോൾ നമ്മളെ ജോഡി മറുപടി പറഞ്ഞു, ദ ഫോൺ ബിലോങ്ങിങ് ടു ദ ഡോ വി കില്ലഡ് ആൻഡ് വി യൂസ്ഡ് ദ ഡോസ് ലിവർ ടു ഡ്രോ ഔട്ട് ദ പോയ്സൺ ആൻഡ് സേവ് പാ. That phone,
The phone belonging to the doe. ഏത് മാൻപേടാന്നറിയോ? ദ ഫോൺ, ചെറിയ മാൻകുട്ടി, ബിലോങ്ങിങ് ടു ദ ഡോ, ആ പെൺമാനിൻ്റെ ഉടമയിലുള്ള, വി കില്ലിഡ്, നമ്മൾ കൊന്ന പെണ്ണ് മാനിൻ്റെ കുട്ടിയായ ആ ചെറിയ മാൻകുട്ടി. ആ പെണ്ണിനെ നമ്മൾ എന്തിനുപയോഗിച്ചു? വി യൂസ്ഡ് ദ ഡൂസ് ലിവർ. ആ മാനിൻ്റെ ലിവറിനെ നമ്മൾ ഉപയോഗിച്ചു ടു ഡ്രോ ഔട്ട് ദ പോയ്സൺ, വിഷം ഇറക്കാൻ വേണ്ടി, പപ്പയുടെ വിഷം ഇറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ആൻഡ് സേവ് നമ്മളെ ആ ഉപ്പയെ നമ്മൾ എന്ത് ചെയ്തു? രക്ഷിച്ചും ചെയ്തു. ആ ഒരു എന്താ പറയുക, ഫോണിനെ ഞാൻ കൊണ്ടുവരട്ടെ. Ma, you know about the story? We killed the doe and we used the liver to save our pa. Her child, little fawn, is alone in the jungle, and we can bring that fawn to our house because his mother saved our pa. നമുക്ക് നമ്മൾ ആ കുട്ടീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? കാരണം ആ കുട്ടിയുടെ അമ്മയാണ് നമ്മളെ ഉപ്പയുടെ ജീവൻ രക്ഷിച്ചത്. ഇത് കേട്ടപ്പോ ഷീ ഗാസ്പ്ഡ്, ആനന്ദം മുട്ടുപോയി, ശ്വാസം മുട്ടാറ, പെട്ടെന്ന് ഇങ്ങനെ അറിയില്ലേ, ഗാസ്പ്ഡ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്താളിച്ചു നിന്നു, ശ്വാസം മുട്ടിപ്പോയി. അതുകൊണ്ട് ഉമ്മ മറുപടി പറഞ്ഞു, വെൽ ഫോർ എ പിറ്റി സേക്ക്, ഒരു നല്ല നന്മക്ക് വേണ്ടി, വെൽ യു ക്യാൻ ഡു ദാറ്റ്, വെൽ ഫോർ പിറ്റി സേക്ക്, ഒരു നന്മക്ക് വേണ്ടി യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നമുക്കത് ചെയ്യാം. അപ്പോൾ കുട്ടി ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. Pa says it would be ungrateful to leave it to starve. ഉപ്പ പറഞ്ഞു it would be ungrateful, അത് നല്ലതല്ല, to leave, ആ മാൻകുട്ടിയെ അവിടെ ഉപേക്ഷിക്കൽ, to starve, പട്ടിണി കിടക്കാൻ ഉപേക്ഷിക്കൽ എന്താണ്? നല്ലതല്ല. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹംഗ്രി, അവിടെ അർത്ഥം എഴുതിയാണ്. നല്ലതല്ല എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനോട് പറയാണ്, മാ, Pa says you don't leave that fawn in the jungle because she cannot go to eat or he cannot go to eat. You don't leave the fawn to starve. നീ എന്തേത് ഭക്ഷണം, അതിനെ വിശപ്പ്, അതിനെ പട്ടിണിക്കിടാൻ പാടില്ല. So that time Dr. Wilson said, that's right, that's a good opinion, ma. അത് നല്ല കാര്യമാണ്. നത്തിങ് ഇൻ ദ വേൾഡ് കംസ് ക്വൈറ്റ് ഫ്രീ. ലോകത്ത് അത് പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ. നത്തിങ് ഇൻ ദ വേൾഡ്, ലോകത്തൊന്നുമില്ല, കംസ് ക്വൈറ്റ് ഫ്രീ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കൊരു ഉപകാരം ചെയ്തതിന് നമ്മൾ അങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യണം. അപ്പോൾ അവിടെ മാനിൻ്റെ കുട്ടി, മാനിനെ നമുക്കൊരു ഉപകാരത്തിന് കിട്ടി, അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ നമ്മൾ തിന്നു. അപ്പോൾ അതിൻ്റെ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനോ വിടാൻ പാടില്ല. അതിനൊരു ഉപകാരം, നമുക്ക് ആ മാനു മുഖേന ഒരു ഉപകാരം കിട്ടി, അപ്പോൾ അതിനെ കുട്ടീനെ നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നു. നത്തിങ് ഇൻ ദ വേൾഡ് കംസ് ക്വൈറ്റ് ഫ്രീ. ദ ബോയ്സ് റൈറ്റ്, കുട്ടിയുടെ തീരുമാനം, ബോയ്സ് റൈറ്റ് ആൻഡ് ഹിസ് ഡാഡീസ് റൈറ്റ്, ബോയുടെ തീരുമാനവും ഡാഡീൻ്റെ തീരുമാനവും റൈറ്റാണ് അവിടെ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് അതിനെ കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചു. എന്താ പോണേ കഥ, അടുത്ത ഭാഗം എന്താ? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. അപ്പൊ മിൽവിൽ പറഞ്ഞു, എന്തേ, അവിടെ ഒരു കുതിര സവാരിക്കാരുണ്ടായിരുന്നു, പറഞ്ഞു, ഹി ക്യാൻ റൈഡ് ബാക്ക് വിത്ത് മീ, എൻ്റെ കൂടെ പോവാം, ഐ വിൽ ഹെൽപ്പ് ഹിം ഫൈൻഡ് ഇറ്റ്, ഞാൻ അവനെ സഹായിക്കാം, അത് കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. ഓക്കെ. ഷീ സെറ്റ് ഡൗൺ ദ പോട്ട് ഹെൽപ്ലെസ്ലി. സെറ്റ് ഡൗൺ ദ പോട്ട്, അപ്പോൾ ചായ ഒഴിച്ച് വെക്കുക എന്നല്ലേ പറഞ്ഞു ഇന്ന് ഉമ്മ. അപ്പം ഉമ്മ ചായ അങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോട്ടിൽ. അപ്പോൾ ഷീ സെറ്റ് ഡൗൺ ദ പോട്ട്, പെട്ടെന്ന് ചായയൊക്കെ നിലത്ത് വെച്ചു, ആ ചായൻ്റെ പോട്ടൊക്കെ അവിടെ നിലത്ത് വെച്ചു. ഷീ സെറ്റ് ഡൗൺ ദ പോട്ട് ഹെൽപ്ലെസ്ലി, പെട്ടെന്ന് ആ ചായൻ്റെ പോട്ടൊക്കെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, വെൽ, ഓക്കെ, നല്ലത്, ഇഫ് യു വിൽ ഗിവ് ഇറ്റ് യുവർ മിൽക്ക് വി ഹാവ് ഗോട്ട് നത്തിങ് എൽസ് ടു ഫീഡ് ഇറ്റ്. ഉമ്മ ആ കുട്ടീനോട്, ജോഡിനോട് പറയാണ്, ഇഫ് യു വിൽ ഗിവ്, നീ നൽകുകയാണെങ്കിൽ, ഇറ്റ് യുവർ മിൽക്ക്, ആ ഫോണിന് നിന്റെ പാല് നൽകുകയാണെങ്കിൽ, വി ഹാവ് ഗോട്ട് നത്തിങ് എൽസ് ടു ഫീഡ് ഇറ്റ്, അതിനെ ഭക്ഷിക്കാൻ, വി ഹാവ് ഗോട്ട് നത്തിങ്, നമുക്കൊന്നും വേണ്ട, എൽസ് ടു ഫീഡ് ഇറ്റ്, ഈ പാലല്ലാതെ വേറെ ഒന്നും വേണ്ട അതിന് ഭക്ഷണം കൊടുക്കാൻ. അപ്പം നീ പാല് കുടിക്കുന്നില്ല, നീ വലിയ ആളായല്ലോ,
പാൽ കുടിക്കില്ല, ആ പാൽ നമുക്ക് ആ ഫോണിന് കൊടുക്കാം. അപ്പം മദറിൻ്റെ ഭാഗത്തുനിന്നും മദർ ആൾസോ ഡിഡ് ദ ഗ്രേറ്റ് സപ്പോർട്ട് ടു ബ്രിങ് ദ small phone to their house, and Jody also agreed to give the milk to that phone. അപ്പോൾ ഉമ്മ കൊണ്ടുവരാനും സമ്മതിച്ചു. ജോഡി ആണെങ്കിൽ അതിന് തയ്യാറുമാണ്, എന്ത്, അവന് കിട്ടേണ്ട പാല് അതിന് കൊടുക്കാനേ. മിൽവിൽ said, come on boy, come on, get ready. മിൽവിൽ പറയാണ്, come on boy, വരൂ, we have got to get riding. നമുക്ക് let's go to riding. We can search the phone. നമുക്കെന്ത് ചെയ്യാം, പോവാം, നമുക്ക് എന്നിട്ട് നമുക്ക് നോക്കാം ആ ആൺകുട്ടി എവിടെ ഉള്ളത്. മാം ബാക്സ്റ്റർ നമ്മൾ പറഞ്ഞിട്ട്, മാം ബാക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ബാക്സ്റ്ററിൻ്റെ ബാക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ജോഡീസിൻ്റെ മദറിൻ്റെ വേറൊരു പേരാണ് മാം ബാക്സ്റ്റർ. ആക്സിഡ് ആങ്ഷ്യസ്ലി പറഞ്ഞാൽ ഒരു വളരെ ഒരു ആങ്ഷ്യസ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജിജ്ഞാസ എന്ന് പറയും. ഷീ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി, അവർ ജിജ്ഞാസയോട് കൂടി ചോദിച്ചത്, യു വിൽ നോട്ട് ബി ഗോൺ അലോങ്. അത് ഉമ്മ, ഏതൊരു ഉമ്മ ആണെങ്കിലും ഒരു മനസ്സിനുണ്ടാവില്ലേ, ആ കൂടുതൽ പോണ്ടട്ടോ, കാടൊക്കെ ആണ്, നീ കൂടുതൽ പോണ്ടട്ടോ, യു വിൽ നോട്ട് ബി ഗോൺ അലോങ്, യു നോട്ട് ഗോ ലോങ് ഇൻ ദ ജംഗിൾ. നീ ആ ജംഗിളിൽ അല്ലെങ്കിൽ കുറ്റിക്കാടിൽ നീ എന്ത് ചെയ്ത് കൂടുതൽ പോവരുത് കേട്ടോ. ജോഡി സെഡ്, ഐ വിൽ ബാക്ക് മാ ബിഫോർ ഡിന്നർ ഫോർ ഷുവർ ഐ വിൽ ബാക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ് ഞാൻ തിരിച്ചെത്താം. മിൽവിൽ മൗണ്ടഡ് ഹിസ് ഹോഴ്സ്. മിൽവിൽ ആ കുതിരസവാരിക്കാരൻ മൗണ്ടഡ് ഹിസ് ഹോഴ്സ്. മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഹിസ് ഹോഴ്സ്, അതിൻ്റെ കുതിര പുറത്ത് കയറിയിരുന്നു എന്നർത്ഥം. മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ മല എന്നൊക്കെ അല്ലത്ത മൗണ്ട്. അപ്പം മൗണ്ടഡ് ഹിസ് ഹോഴ്സ്, അതിൽ കയറിയിരുന്നു. ആൻഡ് പുള്ളഡ് ജോഡീസ് അപ്പ് ബിഹൈൻഡ് ഹിം. അങ്ങനെ കയറിയിരുന്നതിന് ശേഷം ജോഡിയെ വലിച്ചിട്ട് ആ മുകളിൽ കയറ്റിയിരുത്തി എന്നർത്ഥം. Mill get ready for the riding to search our phone, and Millville and our Jody sat down the horse, and they are ready for searching or ready for ride. അവരെന്താണ്, കുതിരൻ്റെ മുകളിലൊക്കെ ഇരുന്നു, അവർ റെഡിയാണ്, എന്ത്, കുതിരൻ്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ റെഡിയായിരുന്നു. ഹീ സെഡ് ടു മിൽവീൽ, അങ്ങനെ ജോഡി മിൽവീലിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഡു യു തിങ്ക് ദ ഫോൺ സ്റ്റിൽ ദർ? ഡു യു തിങ്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫോൺ ഇപ്പോഴും അത് അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ, ഫോൺ ഈസ് സ്റ്റിൽ ദർ, ഇപ്പോഴും അവിടെ ഉണ്ടാവുമോ? വിൽ യു ഹെൽപ്പ് മീ ഫൈൻഡ് ഹിം, ക്യാൻ യു ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഹിം, എന്നെ സഹായിക്കോ, അതിനെ കണ്ടെത്താൻ നീ എന്നെ സഹായിക്കോ? അപ്പോൾ നമ്മളെ മിൽവിൽ പറഞ്ഞു, ഷുവർ ഐ എം ഷുവർ, വി വിൽ ഫൈൻഡ് ഹിം, നമുക്ക് അവനെ കണ്ടെത്താം. ഇഫ് ഹീ ഈസ് അലൈവ്, അവൻ, അവിടുത്തെ സെന്റൻസ് ശ്രദ്ധിക്കട്ടോ, ഇഫ് ഹീ ഈസ് അലൈവ്, അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അവനെ കണ്ടെത്താം. എന്നിട്ട് മിൽവിൽ ഒരു ചോദ്യം ചോദിച്ചു, ഹൗ യു നോ ഇറ്റ് ഈസ് എ ഹീ? ഹൗ യു നോ ഇറ്റ്സ് എ ഹീ? അതൊരു ആണാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? ഒരു മാൻപേടയാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? ഹൗ യു ക്യാൻ റെക്കഗ്നൈസ് ദിസ് ഈസ് എ ബോയ്? അതെങ്ങനെയാണ് ബോയ് ആണെന്ന് മനസ്സിലായത് ആ മാൻകുട്ടി? നോക്കാം, അതിൻ്റെ ആൻസർ നമുക്ക് അടുത്തതിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് ജീവിച്ചിരിപ്പുണ്ടാവും, അല്ല ഈ മരിച്ചത് പെണ്ണാണെന്നും പിന്നെ ഇത് ആണാണെന്നും എങ്ങനെ എനിക്ക് മനസ്സിലായത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടീൻ്റെ മറുപടി, ദ സ്പോട്സ് വെർ ആൾ ഇൻ എ ലൈൻ. സ്പോട്സ് വെർ ആൾ ഇൻ എ ലൈൻ. ആ മാൻകുട്ടിയുടെ കുത്തുണ്ടല്ലോ, കുത്ത്, ഈ കുത്തുകളൊക്കെ ഒരേ നിശ്ചിതമായ ലൈനിലാണുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായി എന്ത്, അത് ആണാണെന്ന്. കാരണം വൺ എ ഡോ ഫോൺ, ഈ മാനിൻ്റെ അമ്മ ഉണ്ടല്ലോ, ലേഡി നമ്മൾ കൊന്നേ, ആ മാനിനെ കണ്ട സമയത്ത് പാസേഴ്സ്, പപ്പ പറഞ്ഞിരുന്നു ദ സ്പോട്സ് ആർ എവരി വിച്ച് വേ. ആ ഡോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്, ഒരു ക്രമം തെറ്റിക്കിടക്കുന്ന ഡോട്ടുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഉപ്പ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പപ്പ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരേ ലൈനിൽ വന്ന സ്പോട്ടാണെങ്കിൽ അത് ഹീ ആണ്, ആണാണ് എന്ന്
കുട്ടി പറഞ്ഞു കൊടുത്തു. You got it, that point? Millville asked how you can find out it is he, or how you can recognize it is a he. Then Jody said, when the snake bit the father, that time father says to me, the lady fawn is spots on the body is every in which are scattered in his body. നിന്റെ ബോഡിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയായിരുന്നു, ഒരു ക്രമമൊന്നും ഉണ്ടായിരുന്നില്ല ലേഡി ഫോൺ ആയപ്പോൾ. ബട്ട് ദിസ് സ്മോൾ ഫോൺ, ബിക്കോസ് കിഡ് ഫോൺ, ഈ സ്പോട്സ് വെർ ഓൾ ഇൻ എ ലൈൻ, ഇൻ എ ഹൊറിസോണ്ടൽ ലൈൻ ഓർ എ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള ലൈനിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ആണാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ യാത്ര തുടങ്ങാണ്. പാർട്ട് 2 നോക്കുക. ജോഡി ഹാവ് എ ഹിംസെൽഫ് ഓവർ ടു തോട്ട്സ് ഓഫ് ദ ഫോൺ. അപ്പം ജോഡി ഗാവ് ഹിംസെൽഫ് ഓവർ ടു തോട്ട്സ് എന്നുള്ളതിൻ്റെ അർത്ഥം സ്റ്റാർട്ട് തിങ്കിങ്. അപ്പം നമുക്ക് ഇങ്ങനെ അർത്ഥം വെക്കാം, ജോഡി സ്റ്റാർട്ടഡ് തിങ്കിങ്, ചിന്തിക്കാൻ തുടങ്ങി, ഓഫ് ദ ഫോൺ, ഫോണിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ജോഡി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ഫോൺ. ദേ പാസ്ഡ് ദ അബണ്ടന്റ് ക്ലിയറിംഗ്. ദേ പാസ്ഡ് ദ അബണ്ടന്റ് ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താ പറഞ്ഞേ, ദേ പാസ്ഡ് ദ അബണ്ടന്റ് ക്ലിയറിംഗ്. ഞാനിത് അപ്പം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത്, അതാ പിന്നെ അപ്പം എന്താ പറഞ്ഞതെന്ന് അറിയാൻ ചോദിച്ചു കേട്ടാ. ദേ പാസ്ഡ് ദ അബണ്ടന്റ് ക്ലിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പാസ്ഡ് ലോൺലി എന്നാണ് അർത്ഥം. അതായത് ഒറ്റയ്ക്ക്, ഇവർ രണ്ടുപേരും കൂടെ എന്താണ് ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാ കാടുകളൊക്കെ താണ്ടിപ്പോയി എന്ന് പറയില്ല നമ്മളെ. ദേ പാസ്ഡ് ദ അബണ്ടന്റ് ക്ലിയറിംഗ്, ദേ പാസ്ഡ് ദാറ്റ് ഏരിയ, ദാറ്റ് റോഡ് ലോൺലി. അവരെന്താണ് രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കടന്നിങ്ങനെ പോയി. ഹീ സെഡ്, ആരെ നമ്മളെ ജോഡി പറഞ്ഞു, കട്ട് ടു ദ നോർത്ത്, നോർത്തിലേക്ക് തിരിഞ്ഞി. മിൽവീൽ നോർത്തിലേക്ക് പോ. കാരണം എന്താ, ഇറ്റ് വാസ് അപ്പ് ഹിയർ ദാറ്റ് പാ ഗോട്ട് ബിറ്റൻ ബൈ ദ സ്നേക്ക്. ഇവിടെ വെച്ചാണ്, ദിസ് ഏരിയ, ദിസ് പോയിന്റ്, ഫാദർ വാസ് ബിറ്റൻ ബൈ ദ സ്നേക്ക്. ഈ ഏരിയയിൽ വെച്ചാണ് ഫാദറിന് എന്തായത്, അത് കടിച്ചത്. ആൻഡ് കില്ഡ് ദ ഡോ ആൻഡ് ഐസ് ഓൺ ദ ഫോൺ. അപ്പം നമ്മൾ ഡോനെ കൊന്നതും ഞാൻ ആ ചെറിയ ആട്ടുകുട്ടിയൊക്കെ കണ്ട ഏരിയ, അല്ല മാൻകുട്ടിയൊക്കെ കണ്ട ഏരിയ എവിടെയാണ്? കട്ട് ടു നോർത്ത്, ഡ്രൈവ് ടു നോർത്ത്. ഇറ്റ് വാസ് ദിസ് പോയിന്റ് മൈ ഫാദർ വാസ് ഗോട്ട് ബിറ്റൻ ബൈ ദ സ്നേക്ക് ആൻഡ് വി കില്ലഡ് ദ ഡോ ആൻഡ് ഐ സോ ദ ഫോൺ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. സഡൻലി ജോഡി വാസ് അൺവില്ലിങ് ടു ഹാവ് വീൽ വിത്ത് ഹിം. പെട്ടെന്ന് ജോഡിയുടെ മൈൻഡ് പറഞ്ഞത് വാസ് അൺവില്ലിങ്, ഓനക്ക് ആവശ്യമില്ല, ആഗ്രഹമില്ലാത്ത മാതിരി തോന്നി. ടു ഹാവ് മിൽവീൽ വിത്ത് ഹിം. മിൽവീൽ ഓൻ്റെ കൂടെ ഉണ്ടാവൽ ഓനക്ക് എന്താ ഇഷ്ടമില്ലാത്ത മാതിരി തോന്നി. കാരണമുണ്ട്, രണ്ട് കാരണങ്ങളാണ്. നോക്കുക, സഡൻലി ജോഡി വാസ് അൺവില്ലിങ് ടു ഹാവ് മിൽവീൽ വിത്ത് ഹിം. സഡൻലി Jody, he doesn't want Millville with him in the searching of our phone. ഫോണിനെ സെർച്ച് ചെയ്യുന്നിടത്ത് മിൽവീല് വേണ്ട എന്ന് ജോഡിക്ക് തോന്നി. കാരണം എന്താ? ബിക്കോസ് ദർ ഇസ് 2 reasons. One of them, if the phone was dead or could not be found, he could not have his disappointment seen. എന്താണ് പറഞ്ഞാൽ, ഫോൺ മരിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയോ ചെയ്താൽ എൻ്റെ ആ നിരാശ മിൽവിയിൽ കാണണ്ടല്ലോ. അതാണ് ഒന്നാമത്തെ കാരണം. നോക്കുക, ഇഫ് ദ ഫോൺ വാസ് ഡെഡ്, ഫോൺ മരിച്ചു പോയാലോ അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ കുഡ് നോട്ട് ബി ഫോൺ, അല്ലെങ്കിൽ എനിക്ക് അത് കണ്ടെത്താൻ സാധിച്ചില്ല. ഹി കുഡ് നോട്ട് ഹാവ് ഹിസ് ഡിസപ്പോയിൻമെന്റ് സീൻ. ഐ ഡോണ്ട് വാണ്ട് ടു സീൻ മൈ ഡിസപ്പോയിൻമെന്റ് മീൻവീലിൻ്റെ ഡിസപ്പോയിൻമെന്റ് കാണൽ എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ നിരാശ കാണൽ ഇഷ്ടമില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തതോ, ആൻഡ് ഈ ഫോൺ വാസ് ദർ, ഇനി ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ദ മീറ്റിംഗ് വുഡ് ബി സോ ലവ്ലി, ദെൻ ഐ ക്യാൻ മീറ്റ് ഫോൺ വെരി ലവ്ലി.
very very lovely. So secret that he could not enter to share it. അപ്പോൾ ഞാൻ ആ ഹാപ്പിനെസ് എന്താണ്, എൻറ്റർ ലിവ് ടു ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാന്നർത്ഥം. ദാറ്റ് കുഡ് നോട്ട് എൻറ്റർ ടു ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത്, അതായത് ആൻഡ് ഇഫ് ദ ഫോൺ വാസ് ദർ, ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ദ മീറ്റിംഗ് വുഡ് ബി, ആ ഞാനും ആ ഫോണിനുള്ള കണ്ടുമുട്ടൽ സോ ലവ്ലി, അത് ഭയങ്കര അല്ലേ, ഭയങ്കര എന്താണ് സന്തോഷപരമായിട്ടുള്ള ഭയങ്കര സ്നേഹത്തോടു കൂടെയുള്ളതായിരിക്കും. ആൻഡ് സോ സീക്രട്ട്, വളരെ സീക്രട്ടുമാണ്. അതുകൊണ്ട് ദാറ്റ് ഹീ കുഡ് നോട്ട്, നമ്മളെ മിൽവിയിൽ ഹീ കുഡ് നോട്ട് എൻറ്റർ ടു ഷെയർ ഇറ്റ്, സോറി ഹീ കുഡ് നോട്ട്, ജോഡി കുഡ് നോട്ട്, ഹീ ഡസൻ വാണ്ട് ടു ഷെയർ ഇറ്റ്. എൻറ്റർ എന്നുള്ളതിന് ഒരു ലീവ് എന്നുള്ള അർത്ഥമാണെങ്കിലും നിങ്ങൾ അവിടെ ലീവ് ടു ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജോഡി ഡസൻ വാണ്ട് ടു ഷെയർ ഇറ്റ്. അപ്പോൾ ആ ഫീലിങ്ങും കണ്ടുമുട്ടിക്കഴിഞ്ഞാലുള്ള ആ ലവ്ലി ഫീലിംഗ് ഓഫ് ജോഡി, he doesn't want to share the lovely feeling in the time of meeting with phone. അത് മീൻവീലിനോട് ഷെയർ ചെയ്യാൻ താല്പര്യവുമില്ല. ഓക്കെ, ഇനി മീൻവീൽ ഇല്ലാതെ നമ്മളെ ജോഡി പോകുന്ന രംഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.